പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ നടത്തുന്ന ദൈവത്തിന്റെ സ്തോത്രം. യേശു കർത്താവ് പറയുകയാണ്, ഇനിയും മുതൽ നിങ്ങൾ ഇരുളിൽ നടക്കേണ്ടവരല്ല. ഇരുട്ടിന്റെ സ്വഭാവമല്ല ഇനി നിങ്ങൾക്ക് വേണ്ടത്. പല നിലയിലാണ് നമ്മൾ ഇരുട്ടിലാകുന്നത്. നാം സ്വയം ഇരുട്ടിലേക്ക് പോയവരുണ്ട്, മറ്റുള്ളവരാൽ നാം ഇരുട്ടിലേക്ക് പോയവരുണ്ട്, പിശാചിനാൽ നാം ഇരുട്ടിലേക്ക് പോയവരുണ്ട്. അങ്ങനെ പല സാഹചര്യത്തിൽ കൂടെയാണ് നമ്മുടെ ജീവിതം ഇരുട്ടറയിലേക്ക് പോയത്. പക്ഷെ ആകമാനം നോക്കിയിട്ട് കർത്താവ് പറയുകയാ, ഇനിയും നിങ്ങൾ ഇരുട്ടിൽ ജീവിക്കേണ്ടവരല്ല. ഇനിയും മുതൽ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. കാരണം ഞാൻ വെളിച്ചമാണെങ്കിൽ എന്നെ അനുഗമിക്കുന്ന എല്ലാവരും വെളിച്ചത്തിൽ ജീവിക്കാം. വത്സല സഹോദരങ്ങളെ, യേശു കർത്താവാകുന്ന വെളിച്ചത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ താല്പര്യമുണ്ടോ? ഇരുളിന്റെ അവസ്ഥകൾ മാറട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ, ഉപവസിക്കാൻ കഴിയാതെ, പലതും വിശ്വസിക്കുവാൻ കഴിയാതെ ഇരുട്ടിന്റെ അനുഭവം ഉള്ളിലേക്ക് പിശാച് കൊണ്ടുവന്നിട്ട് ഒരു ഇരുട്ടറയ്ക്ക് സമമായി നമ്മളെ ഒതുക്കി വെച്ചെങ്കിൽ, വെളിച്ചത്തിന്റെ നാഥനായ കർത്താവ് ഇരുട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ സമശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സമശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരാഗൃഹത്തിലേക്ക് വെളിച്ചം വീശുക. ഇരുട്ടായിരുന്നതായ കാരാഗൃഹത്തിനകത്തേക്ക് വെളിച്ചമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ പത്രോസിന്റെ കയ്യിലെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു. പത്രോസിനെ ബന്ധിച്ചാക്കിയതായ ആ ജയിലറയുടെ വാതിലുകൾ തനിയെ തുറക്കപ്പെടുകയാണ്. 1-2 വാതിലുകൾ തുറന്ന് പത്രോസിനെ ദൈവവിധ പുറത്തേക്ക് കൊണ്ടുവന്ന്, പുറത്തേക്ക് വന്നപ്പോൾ ഇരുട്ടിൽ കിടന്ന പത്രോസ് പിന്നീട് കാണുന്നത് ഒരു വെളിച്ചത്തിന്റെ അനുഭവമാണ്. സ്തോത്രം. ഇരുള് മൂടി നമ്മൾക്ക് പലതും കാണാൻ കഴിയാത്ത നിലയിൽ ശത്രു നിന്റെ അകക്കണ്ണുകളെ മറപ്പിച്ചു കളഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് നിന്റെ ഇരുട്ടിനെ മാറ്റി നിന്നെ വെളിച്ചത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോകുകയാണ്. നിന്റെ പ്രതികൂല സാഹചര്യത്തെ മാറ്റി പിശാച് നിന്നെ ഇരുട്ടറയിലേക്ക് കൊണ്ടുവന്നിട്ട് നിന്നെ തകർത്ത് കളയാൻ ശ്രമിച്ച അനുഭവത്തിൽ നിന്നും കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയും, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അന്ധകാരത്തിൽ കിടക്കുന്ന എന്നെയും നിങ്ങളെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതെങ്കിൽ, ആ യേശു കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓരോരുത്തരോടും പറയുകയാ, നിങ്ങളുടെ അന്ധകാരത്തെ വിട്ട്, പാപവഴികളെ വിട്ട്, നിങ്ങളുടെ ഇരുട്ടിന്റെ അനുഭവങ്ങളെ വിട്ട് ഞാൻ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാ? നിങ്ങളെ അനേക ഇടങ്ങളിൽ നിങ്ങൾ പോയി കാണും, അനേക പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് കാണും, അനേകരോട് പ്രാർത്ഥിച്ചു കാണും, അനേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ ചെയ്തു കാണും. പക്ഷേ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പറയുന്നു, ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ അധികമായി നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള ഇരുട്ട് മാറുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെളിച്ചമായ യേശു കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുക. യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിശ്വാസത്താൽ നിങ്ങൾ ഏറ്റെടുക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ എന്റെ കർത്താവിനെ നോക്കി നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്താൽ ഇരുട്ട് മാറി വെളിച്ചം നിങ്ങളുടെ മേൽ വരുന്നു. ഇരുട്ടിന്റെ ഉടയവനായ പിശാച് നിങ്ങളിൽ നിന്നും മാറട്ടെ. ഇന്ന് പകൽക്കാലം യേശു കർത്താവ് പറഞ്ഞ ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക. ഇന്നു മുതൽ എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽക്കാലം ജീവനോടെ നടക്കുവാൻ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ, ജീവന്റെ വെളിച്ചത്തിൽ ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
ആ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എല്ലാ നന്മയുമുണ്ട്. ഇരുട്ടിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല. പക്ഷെ വെളിച്ചം വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് സകലതും കാണാൻ കഴിയും. നന്മതിന്മകളെ തിരിച്ചറിയുവാൻ യേശു കർത്താവിന്റെ പകൽക്കാലം നിങ്ങളെ വിളിക്കുമ്പോൾ നല്ലതിനെ തിരിച്ചറിയുക, വെളിച്ചത്തിന്റെ മക്കളായി വെളിച്ചത്തിന്റെ നാഥനായ യേശു കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. ഇരുൾ മാറും, പ്രതികൂലം മാറും, ഭയം മാറും. ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.